ഇന്ന് നമുക്കൊരു ഓംലെറ്റ് തയ്യാറാക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിലേക്ക് ഞാൻ മുട്ട ചേർക്കുന്നില്ല. എന്നാൽ മുട്ട ചേർത്ത ഓംലെറ്റ് പോലെ തന്നെ വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയും ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കടലമാവിൽ വല്ല കട്ടയുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഈ ഒരു ബാറ്റർ നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം. നമ്മൾ പാനിലേക്ക് മുട്ട ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ആയിരിക്കണം നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 2 കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല ലൂസ് ബാറ്റർ ആക്കിയിട്ട് നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 1 സവാള ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. കുറച്ച് മല്ലിയില, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നെയ്യിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിക്കുക. ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ ഒഴിക്കരുത്. നമ്മൾ സാധാരണ മുട്ടയിൽ ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആ ഒരു രീതിയിൽ ഒഴിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള, തക്കാളി, പച്ചമുളക്, മല്ലിയില എന്നിവ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബാറ്ററിലേക്ക് തന്നെ സവാള, തക്കാളി, പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിടാം. ഇതുപോലെ ഒരു 6 ഓംലെറ്റ് വരെ നമുക്ക് ഈ ബാറ്ററിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റും. ചട്നിയുടെ കൂടെയും ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഓംലെറ്റ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബാറ്ററി വെച്ച് നമുക്കിതുപോലെ ഓംലെറ്റ് തയ്യാറാക്കാം.